അയ്യോ എന്തിനാ കാരണം അടിപൊളി ഗിഫ്റ്റല്ലേ സർ? ബഷീർ എന്ന് പറഞ്ഞ മനുഷ്യൻ ഫേമസ് ആവാൻ ഞാൻ കണ്ട ഏറ്റവും വലിയ റീസൺ എന്താ വെച്ചാൽ അദ്ദേഹം കഴിച്ചിട്ടുള്ള 2 കല്യാണങ്ങളാണ്. ആദ്യം കുഞ്ഞു പ്രായത്തിൽ, അതായത് കെട്ടുപ്രായത്തിൽ സുഹാന എന്ന് പറഞ്ഞ ഒരു ക്രിസ്ത്യൻ പെൺകുട്ടിനെ പ്രണയിച്ച് വിവാഹം കഴിച്ചു. അതിനുശേഷം മഷൂറ എന്ന് പറഞ്ഞിട്ട് മറ്റൊരു സ്ത്രീനെ സുഹാനയ്ക്ക് 2 കുഞ്ഞുങ്ങളായതിനു ശേഷം പ്രേമിച്ച് വിവാഹം കഴിച്ചു. ഇതിൽ നമുക്ക് തെറ്റ് പറയാനൊന്നും പറ്റില്ല, കാരണം അദ്ദേഹം ഫോളോ ചെയ്യുന്ന റിലീജിയനിൽ ഇത് ഓക്കെയാണ്, വാലിഡ് ആണ്, വിവാഹമാണ് കഴിച്ചിട്ടില്ല, ലിവിങ് ടുഗദർ ഒന്നും അല്ല. അപ്പോൾ ആ റിലീജിയസ് കോൺസെപ്റ്റ് വെച്ച് നോക്കുമ്പോൾ അദ്ദേഹം ചെയ്തത് വളരെ കറക്റ്റാണ്. ഇദ്ദേഹം ആദ്യമേ സോഷ്യൽ മീഡിയയിലുള്ള ഒരു മനുഷ്യനാണ്. ബഷീർ എന്ന് പറഞ്ഞാൽ സോഷ്യൽ മീഡിയയിൽ ആദ്യമുണ്ട്, ആൽബം സോങ്സ് അത് ഇത് അതൊക്കെ ആയിട്ട് സോഷ്യൽ മീഡിയയിലുണ്ട്. പക്ഷേ ലൈം ലൈറ്റിലേക്ക് വന്ന് ആളുകൾ സെർച്ച് ചെയ്ത് നോക്കാൻ തുടങ്ങിയത് ഇദ്ദേഹം 2 കല്യാണങ്ങൾ കഴിച്ചതിന് ശേഷമാണ്. പക്ഷേ ഞാൻ എൻ്റെ ഒരു വ്യൂ പോയിന്റ് പറയുകയാണെങ്കിൽ തുടക്കത്തിൽ എനിക്ക് ഭയങ്കര വെറുപ്പായിരുന്നു ബഷീറിനെ. ഒന്നാമത്തത് എല്ലാ മലയാളി സ്ത്രീകളെയും പോലെ 2 വിവാഹം നോർമലൈസ് ചെയ്യാൻ പറ്റാത്ത എൻ്റെ ഒരു മെൻറ്റാലിറ്റി കൊണ്ടായിരുന്നു എനിക്ക് അദ്ദേഹത്തോടുണ്ടായിരുന്ന ഒരു വെറുപ്പ്. പിന്നെ മാത്രമല്ല മഷൂറിനെ, അതായത് ഈ ഒരു സ്ത്രീക്ക് 2 കുഞ്ഞുങ്ങളായതിനു ശേഷമാണല്ലോ പ്രേമിച്ച് ചണ്ടി പോലെ വലിച്ചെറിഞ്ഞ് രണ്ടാമത്തേനെ പോയത് എന്നൊക്കെയുള്ള കുറേ ചിന്തകൾ എൻ്റെ അകത്തുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ കുറേയൊക്കെ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. കാരണം 2 ഭാര്യമാരെയും അതിലുണ്ടായ മക്കളെയും ഒരുപോലെ നോക്കുന്നത് കാണുമ്പോൾ ഭയങ്കരമായിട്ട് സന്തോഷം തോന്നും. ഇപ്പം സത്യം പറഞ്ഞാൽ അന്നുണ്ടായിരുന്ന ഒരു വെറുപ്പ് കാര്യങ്ങളെല്ലാം ഇപ്പോൾ സ്ലോലി ഫേഡ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. ഞാനിന്ന് നിങ്ങളോട് സംസാരിക്കാൻ പോകുന്നത് ബഷീറുടെ മൂത്ത മകൾ നമ്മുടെ സുനുമോളുടെ 13ാമത്തെ ബർത്ത്ഡേക്ക് ഉണ്ടായിട്ടുണ്ടായിരുന്ന ഒരു സംഭവമായിരുന്നു. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സുനുമോള് നമുക്കറിയാം ഭയങ്കര പക്വതയുള്ള, മെച്യൂരിറ്റി ഇല്ല, നല്ല സുന്ദരിയായിട്ടുള്ള ഒരു പെൺകുട്ടിയാണ്. 13 വയസ്സ് പ്രായമായിട്ടുള്ളെങ്കിൽ കൂടെ ഒരുപാട് വയസ്സിൻ്റെ പക്വത അവൾക്ക് തോന്നും. എനിക്ക് തോന്നുന്നത് ചിലപ്പോൾ അവളുടെ അമ്മ അല്ലെങ്കിൽ അവളുടെ ഉമ്മ അനുഭവിച്ചിട്ടുണ്ടായിരുന്ന കുറേ പ്രശ്നങ്ങളൊക്കെ അവൾ കണ്ട് വളർന്നത് കൊണ്ടാണോ എന്താണെന്ന് അറിഞ്ഞുകൂടാ. പ്രായത്തിൽ കവിഞ്ഞ പക്വത എനിക്ക് അവരുടെ പല വ്ളോഗുകളിൽ സുനുമോളെ ഫീൽ ചെയ്യാറുണ്ട്. കാരണം എന്താണെങ്കിലും ആദ്യത്തെ ഭാര്യ സുഹാനയ്ക്ക് ഇഷ്ടമല്ലായിരുന്നു. 2ാമത്തെ ഭാര്യ മഷൂറിനെ കല്യാണം കഴിക്കുന്നത് ബഷീർ എന്നെ നേരിട്ട് പറഞ്ഞിട്ടുള്ള, അതായത് വീഡിയോസിലൂടെ ഒക്കെ പറഞ്ഞിട്ടുള്ള കാര്യം. പിന്നീട് അവൾ ഓക്കെ ആയി എന്നുള്ളതാണ്, സമ്മതിപ്പിച്ചതായിരിക്കും. കാരണം വേറൊരു ഓപ്ഷൻ ഇല്ല. കാരണം ഒരു ക്രിസ്ത്യൻ ലേഡിയായി അവിടെ നിന്ന് ഇറങ്ങി പോന്നിട്ട് പിന്നെ അവൾക്ക് തിരിച്ചു പോകാൻ മാർഗമില്ലാത്തത് കൊണ്ടാണ് എന്തോ നമുക്ക് അറിഞ്ഞുകൂടാ. എന്താണെങ്കിലും പിന്നീട് ലേറ്റർ ഓൺ നമ്മൾ കണ്ടത് അത് അക്സെപ്റ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ ഇതെല്ലാം ആ കുഞ്ഞു സുനുമോളുടെ മനസ്സിലുണ്ടാക്കിയ ഒരു ആഘാതങ്ങൾ നമുക്ക് പറഞ്ഞാൽ മനസ്സിലാവാത്ത അത്രയും ഡീപ്പായിട്ടായിരിക്കും എന്നുള്ളത് എല്ലാവർക്കും ചിന്തിച്ചാൽ മനസ്സിലാവുന്ന കാര്യമുള്ളൂ. അപ്പം അവളുടെ ഒരു ഉമ്മയുടെ വേദനകളൊക്കെ കണ്ട് വളർന്നത് കൊണ്ടാണോ എന്താന്ന് പറഞ്ഞുകൂടാ, പ്രായത്തിൽ കവിഞ്ഞൊരു പക്വത സുനുമോളിൽ കാണാറുണ്ട് കേട്ടോ. അപ്പോൾ ഈ 13ാമത്തെ ബർത്ത്ഡേക്ക് നമ്മുടെ സുനുമോള് ഒരു പെർട്ടിക്കുലർ സീനിൽ കരയുന്നുണ്ട്. നമുക്കത് കണ്ടിട്ടൊന്ന് തിരിച്ചു വരാം. നിങ്ങൾ അടിപൊളി ഗിഫ്റ്റല്ലേ സർ? സുന കുറച്ച് ദിവസമായിട്ട് എൻ്റെ അടുത്ത് ചോദിച്ചിട്ടിരിക്കണം എനിക്കൊരു സൈക്കിൾ കാണാം എന്നുള്ളത്. അപ്പൊ ഞാൻ വിചാരിച്ചു എനിക്ക് എന്തായാലും ബർത്ത്ഡേ കുറച്ച് നേരം അതോ വേണ്ടിയാന്ന് വിചാരിച്ചു. ഹാപ്പി എങ്ങനെയുണ്ട് സംഭവം? എന്തൊക്കെ ഗിയറിന്റെ സൈക്കിളൊക്കെ എടുത്തിട്ടുണ്ട്, നല്ല അടിപൊളി സൈക്കിളൊക്കെ മനസ്സിൽ. വളരെയധികം ആളുകൾ സംസാരിച്ചുകൊണ്ടിരുന്ന ഒരു കാര്യമാണ് ഇത്. സുനുമോൾ എന്തുകൊണ്ട് 13ാമത്തെ ബർത്ത്ഡേക്ക് കരഞ്ഞു എന്നുള്ളത്. സത്യത്തിൽ അവളുടെ അപ്പ ഡാഡ എന്ന് വിളിക്കണം തോന്നുന്നു, ഡാഡ അവൾക്ക് കൊടുത്ത ഗിഫ്റ്റ് അത് കണ്ടിട്ടാണ് കരഞ്ഞതെന്ന് കുറെ പേര് പറയുന്നുണ്ട്. അതല്ല, അതിന് പിറകെ അവളുടെ കരച്ചിൽ പിറകെ വേറെ കുറേ പ്രശ്നങ്ങളുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. ഏതായാലും അവൾ ഇമോഷണൽ ആവുന്നതാണ് നമ്മൾ ആക്ച്വലി ഇപ്പൊ കണ്ടത്. എന്താ പറയാ, സുനുമോളുടെ ഒരു ചൈൽഡ്ഹുഡ് എന്ന് പറഞ്ഞ ഒരു റോളർ കോസ്റ്റർ ചൈൽഡ്ഹുഡ് ആയിരുന്നു. ഒരുപാട് പ്രശ്നങ്ങൾ, ട്രോമ, ഇമോഷണൽ ട്രോമ ഒക്കെ
അനുഭവിച്ച് വന്നിട്ടുള്ള ഒരു പെൺകുട്ടിയാണ്. ഇനി ആ ഒരു ചെറിയ മൊമെന്റിൽ നിനക്ക് എന്താണ് പറയാനുള്ളതെന്ന് ചോദിച്ചപ്പോൾ അവളുടെ പിടി വിട്ടു പോയതാണോ എന്താണെന്ന് അറിഞ്ഞൂടാ. അവളുടെ ഒരു സൈലൻസിനകത്ത് ഒരുപാട് കാര്യങ്ങൾ ഉണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ. പക്ഷെ ഇപ്പം സുനു കുറച്ചധികം ബോൾഡാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവൾ അനുഭവിച്ച ട്രോമയും അവളവന് അനുഭവിച്ച മെന്റൽ പെയിനും ഏറ്റവും കൂടുതൽ പെൺകുട്ടികൾക്ക് ഫീൽ ചെയ്യുക അവരുടെ ഉമ്മമാര് വിഷമിക്കുമ്പോഴാണ്. മക്കൾക്ക് ഏറ്റവും കൂടുതൽ വേദന ഉണ്ടാവും അവരുടെ ഉമ്മമാര് വിഷമിക്കുന്നത് കാണുമ്പോഴാണ്. എന്താണെങ്കിലും ഇപ്പം അതിൽ നിന്നെല്ലാം റിക്കവറായി വന്നു. പക്ഷെ എല്ലാം കൂടെ ആലോചിച്ചിട്ടാണോ അതോ ഇനി അതിൻ്റെ ഹാപ്പിനെസ് കൊണ്ടാണോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. നിങ്ങൾക്ക് എന്താണ് തോന്നിയതെന്ന് താഴെ കമൻറ്റ് ചെയ്യട്ടോ. പിന്നെ എന്താ പറയുക, പിന്നെ യെസ്, എനിക്ക് ഫീൽ ചെയ്യുന്ന കാര്യം എന്താ വെച്ചാൽ എനിക്ക് പേഴ്സണലി സുനുമോളെ ഭയങ്കര ഇഷ്ടം. ഒരു സിസ്റ്റർലി ഫീലാണ് എനിക്ക് സുനുവിനെ കാണുന്ന സമയത്ത് തോന്നാറുള്ളത്. പിന്നെ സുനുമോള് ഒരുപാട് കാലം ദീർഘായുസോട് കൂടെ ജീവിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇനി നമ്മുടെ സുനുമോളുടെ ഉമ്മ സുഹാനയ്ക്ക് എന്താണ് പറയാനുള്ളത്? മോളിപ്പോൾ ഇത്രയും പ്രായമായി, അവർ രണ്ടുപേരും നിൽക്കുമ്പോൾ സെയിം ഹൈറ്റ് ആയിട്ടാണ് ഫീൽ ചെയ്യുക. അപ്പോൾ സുഹാനയ്ക്ക് അല്ലെങ്കിൽ നമ്മുടെ സോനുത്താക്ക് എന്താണ് ഇതിനെ കുറിച്ച് പറയാനുള്ളത് നമുക്ക് കണ്ടിട്ട് തിരിച്ചു വരാം. 13 വയസ്സായി. അല്ല എന്റെ ഇടയിൽ കൂടി ഞാൻ പറഞ്ഞു അതേ പറഞ്ഞ ഇപ്പൊ നമ്മുടെ തോളത്തിന്റെ അത്ര ഉള്ള ഒരു കുട്ടിയായി. അല്ല ഇപ്പൊ അവള് ഞാൻ ഇങ്ങനെ മഷു നമ്മ എല്ലാവർക്കും ഒരേ ഒരു ലെവലായിട്ട് വന്നിട്ടുണ്ട്. അപ്പൊ ഇനിയൊരു പൊക്കമൊക്കെ വെക്കും. അപ്പൊ ഇടക്കിടക്ക് ഞാൻ ഇങ്ങനെ അപ്പൊ അങ്ങനെ ഇന്ന് പറയണ്ടത് അജിത്ത് പറഞ്ഞു അങ്ങനെയൊക്കെ പറയല്ലേ വലുതായല്ലേ എനിക്കെന്നെ വിശ്വസിക്കാൻ പറ്റാനുള്ള ഇപ്പൊ കഴിഞ്ഞ പോലെ ചെറിയ വെച്ച് പെട്ടെന്ന് ഇങ്ങനെ ഷുള്ള കളി. എങ്ങനെ ഉണ്ടായിരുന്നു? ഇനി അടിപൊളിയായിരിക്കും. ആര് പറഞ്ഞു? സുഹാനൻ എനിക്ക് പല സമയത്ത് ഫീൽ ചെയ്യുന്നത് എന്താണെന്നറിയോ, അവൾ എപ്പോഴും സെക്കൻഡറി പൊസിഷനാണ്. മഷൂറ ഒന്നും കൂടെ സ്മാർട്ട് ആയതുകൊണ്ടാണോ എന്ന് അറിഞ്ഞൂടാ. എപ്പോഴും ഫ്രെയിം ലൈറ്റിൽ അല്ലെങ്കിൽ ലൈം ലൈറ്റിൽ നിൽക്കാറുള്ളത് മഷൂറയാണ്. സുഹാന വളരെ പിറകില. പക്ഷെ ഒത്തിരി പേര് സുഹാനനെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകൾ. മഷൂറയ്ക്ക് കിട്ടുന്ന സപ്പോർട്ടിനേക്കാളും ഏറ്റവും കൂടുതൽ ആളുകൾ സുഹാനനെ സപ്പോർട്ട് ചെയ്യുന്നത്. കാരണം ഓരോ സ്ത്രീക്കും അറിയാം സുഹാന അനുഭവിച്ച വേദന എന്താണെന്നുള്ളത്. അത് അറിഞ്ഞത് കൊണ്ട് തന്നെയാണ് സുഹാനയ്ക്ക് ഒത്തിരി സപ്പോർട്ടുള്ളത്. ഇതെല്ലാം അനുഭവിച്ച ആൾ കൂടെ നിൽക്കുന്നുണ്ടല്ലോ എന്നുള്ള ഒരു തോന്നലായിരിക്കാം. എന്തായാലും സുഹാന ഇപ്പോൾ ഉള്ള വീഡിയോസിലെല്ലാം ചിരിച്ച് കളിച്ചൊക്കെ വരാറുണ്ട്. അവൾ പറയാറുണ്ട് എനിക്കൊരു പ്രശ്നമില്ല, ഞാൻ കംപ്ലീറ്റ് ഓക്കെയാണ്. പക്ഷെ അവളത് ഫേക്ക് ചെയ്യാണോ റിയൽ ആണോ ഒന്നും നമുക്ക് അറിഞ്ഞൂടാ. എന്തായാലും അവൾ ജീവിക്കുന്നത് അവളുടെ മക്കൾക്ക് വേണ്ടിയിട്ടാണെന്ന് പണ്ടെന്നോ ഒരു ഇൻസ്റ്റഗ്രാം പോസ്റ്റിൽ അവൾ കമന്റ് ഇട്ടത് അതെല്ലാം കമന്റ് അല്ലേ ഗൈസ്, എന്താണ് ക്യാപ്ഷൻ ഇട്ടത് ഞാൻ ഓർക്കുന്നുണ്ട്. എൻ്റെ മക്കൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ജീവിക്കുന്നത് എന്നുള്ള രീതിയിൽ 2 മക്കളെയും ചേർത്ത് പിടിച്ചിട്ടൊരു വീഡിയോ ക്യാപ്ഷൻ ഇട്ടത് ഞാൻ ഓർക്കുന്നുണ്ട്. ഇപ്പൊ സുഹാന പറയുന്നത് എനിക്ക് അങ്ങനത്തെ യാതൊരു പ്രശ്നവുമില്ല, ഞാൻ നോർമലാണ്, നിങ്ങൾ എന്തിനാണ് എനിക്ക് പ്രശ്നം ഉണ്ടാക്കുന്നതെന്നൊക്കെ ചോദിക്കാറുണ്ട്. അതെല്ലാം സുഹാന എന്തൊക്കെയോ ഒളിപ്പിച്ചു വെക്കുന്ന പോലെ ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യാറുള്ളത്. കാരണം ഒരു സ്ത്രീക്കും തൻ്റെ ഭർത്താവിനെ പങ്കുവെക്കുന്നത് ഇഷ്ടമുണ്ടാവില്ല. അതിനി എത്ര റിലീജിയസ് ആവട്ടെ, എത്ര സ്പിരിച്വൽ ആവട്ടെ, എന്താണെങ്കിലും തൻ്റെ സ്വന്തം ഭർത്താവ് എന്ന് പറഞ്ഞാൽ അതിനൊരു പൊസസീവ്നെസ് എന്തായാലും ഉണ്ടാവും. അത് ഷെയർ ചെയ്യാന്ന് പറഞ്ഞാൽ ഒരു സ്ത്രീക്കും അംഗീകരിക്കാൻ കഴിയുന്ന, സഹിക്കാൻ കഴിയുന്ന ഒരു കാര്യമല്ല. ഇപ്പോൾ സുഹാന കുറേയൊക്കെ അഡ്ജസ്റ്റ് ആയിട്ടുണ്ടാവും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം ഇപ്പോൾ ഒരുപാട് വർഷമായി, 2ാമത്തെ കല്യാണം കഴിഞ്ഞ് റിയാലിറ്റി സ്ട്രൈക്ക് ചിലപ്പോൾ വന്നിട്ടുണ്ടാവും. പിന്നെ അതുപോലെ തന്നെ ഒരുപാട് കാലമായിട്ട് യൂസ് ടു ആണ്. ഇപ്പം എല്ലാവരും ഒരു കൂരയ്ക്ക് കീഴെ സന്തോഷമായിട്ട് താമസിക്കുന്നുണ്ട് അല്ലേ. പക്ഷേ ബഷീറിനെ ഞാൻ ആദ്യത്തിൽ വെറുത്തിരുന്നെങ്കിൽ കൂടെ നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് ബഷീറിനെ കുറ്റം പറയാൻ പറ്റില്ല. കാരണം സുഹാനനെ ഉപേക്ഷിച്ചിട്ടില്ല, സുഹാനയെയും മക്കളെ ഉപേക്ഷിച്ചിട്ടില്ല, അവരെയും ചേർത്ത് പിടിച്ചിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ അവരെ ചേർത്ത് പിടിക്കുന്നത് മാത്രമല്ല, ബഷീറിന് അതുമായി ബന്ധപ്പെട്ടിട്ട് കുറേ പ്രശ്നങ്ങളും അക്യൂസേഷൻസും കുറ്റപ്പെടുത്തലൊക്കെ കേൾക്കേണ്ടി വന്നിട്ടുണ്ടാവും. അതൊക്കെ ഉണ്ടെങ്കിൽ കൂടെ ബഷീറിനെയും സുഹാനയും ഒരുപോലെ നോക്കി ഇത്രയും മുന്നോട്ട് കൊണ്ടുവരാൻ ബഷീറിന് സാധിച്ചു എന്നുള്ളത് അയാൾക്ക് നേടാവുന്ന ഏറ്റവും വലിയൊരു ഭാഗ്യമാണെന്ന് തന്നെ ഞാൻ പറയാം. കാരണം എല്ലാം നല്ല രീതിയിൽ 2 ഭാര്യമാരെയും അതിലുണ്ടായ കുഞ്ഞുങ്ങളെ നോക്കുക എന്ന് പറഞ്ഞാൽ ചില്ലറ കാര്യമല്ല. അങ്ങനെ അവർ ഫോളോ ചെയ്യുന്ന റിലീജിയൻ, അതായത് ഇസ്ലാമിക് റിലീജിയനിൽ പറയുന്നത് ഭാര്യമാരെ എല്ലാവരെയും തുല്യമായിട്ട് നോക്കാൻ സാധിക്കുന്നുണ്ട് നിങ്ങൾക്ക് എന്നുണ്ടെങ്കിൽ വിവാഹം കഴിക്കുന്ന 4 വരെ വിവാഹം കഴിക്കുന്നത് തെറ്റില്ല എന്നാണ് പറയുന്നത്. അപ്പം എന്തായാലും ബഷീർ ചെയ്തതിന് കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് തെറ്റ് പറയാൻ പറ്റില്ല. കാരണം അദ്ദേഹം ചെയ്തത് ഒരു സിന്നൊന്നുമല്ല, അതല്ല ഒരു വലിയ പാപമൊന്നുമല്ല. പക്ഷേ സ്ത്രീകൾക്ക് അംഗീകരിക്കാൻ പറ്റാത്ത ആദ്യത്തെ ഭാര്യയ്ക്ക് വിഷമം വരുത്തുന്ന ഒരു കാര്യമാണ് ചെയ്തതെന്ന് മാത്രമേ ഇതിനകത്തുള്ളൂ. പക്ഷേ ഇപ്പം എല്ലാവരും ഒരു റൂഫിന് താഴെ സന്തോഷമായിട്ട് ജീവിക്കുന്നുണ്ട്. എനിക്കിതിൽ ഒരു കമൻറ്റ് ഭയങ്കരമായിട്ട് കണ്ടപ്പോൾ വായിച്ചപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് മനസ്സ് തട്ടി. ആ ഒരു കമൻറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സുനുമോളെയാണ് ബഷീറിനെ
സുഹാനയെക്കാളും മഷൂറേക്കാളും കൂടുതൽ ഇഷ്ടം. അതുപോലെ തന്നെ സുനുമോൾക്കും ഉപ്പാനോടും ഭയങ്കരമായിട്ടൊരു സ്നേഹമുണ്ട്, അങ്ങനെ എന്തോ രീതിയിലൊരു കമൻറ്റ് ഞാൻ വായിച്ചിട്ടുണ്ടായിരുന്നു. കണ്ടപ്പോൾ സത്യം പറഞ്ഞ് എനിക്ക് ഭയങ്കര സന്തോഷമായി. കാരണം പെൺകുട്ടികൾ എന്ന് പറയുമ്പോൾ എപ്പോഴും ഉപ്പമാർക്കൊരു വികാരമാണ്, ഭയങ്കര സന്തോഷമായിരിക്കും. അത് ആദ്യത്തെ മക്കൾ എന്ന് പറയുമ്പോൾ അവരോട് ഒരു പ്രത്യേക ഫീലിംഗ് തന്നെ വേറെ ഉണ്ടാവും. അപ്പോൾ ആ ഒരു സംഭവം എനിക്ക് ആ ഒരു കമൻറ്റിലൂടെ എനിക്ക് ഫീൽ ചെയ്യാൻ പറ്റി. അപ്പോൾ ഇത്രയ്ക്കുള്ളൂ ഇന്നത്തെ ഒരു വീഡിയോനെ കുറിച്ച് എനിക്ക് പറയാനുള്ളത്. പിന്നെ അവരുടെ സന്തോഷം, അവരുടെ സ്നേഹം ഒറിജിനൽ ആണെങ്കിൽ ഒരുപാട് കാലം ഇതുപോലെ തന്നെ സന്തോഷമായിട്ട് ജീവിക്കാൻ അവർക്ക് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നിങ്ങൾക്ക് എന്താണ് ഇതിനെക്കുറിച്ച് പറയാനുള്ളതെന്ന് താഴെ കമൻറ്റ് ചെയ്യുക. നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ചെറുതൻ ബൈ.